കൊല്ലം കളക്ടറേറ്റിലും ബോംബ് ഭീഷണി. കളക്ടറുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. സംഭവത്തിൽ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൊല്ലത്ത് നിന്നും വിവരങ്ങളുമായി ഷമീറാണ് ചേരുന്നത്. ഷമീർ, ഇത്തരത്തിൽ തിരുവനന്തപുരത്തും മറ്റ് കളക്ടറേറ്റുകളിലും ഒക്കെ ഇത്തരത്തിൽ ഭീഷണികൾ ഇന്ന് വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊല്ലത്തും വന്നിരിക്കുന്നത്. ഏറെ ഗൗരവകരമായ വിഷയം തന്നെയാണ്. ഇതിൽ ഏത് രീതിയിലാണ് അവിടെ നടപടി ആരംഭിച്ചിരിക്കുന്നത്? കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസിന്റെ ഔദ്യോഗിക ഇമെയിലാണ് ഇത്തരം ഒരു സന്ദേശം വൈകിട്ട് 5 മണിയോടുകൂടി എത്തിയത്. പിന്നെ വളരെ വൈകിയാണ് ഈ സന്ദേശം ജീവനക്കാർ കാണുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് കളക്ടർ വിവരം അറിയിച്ചു. കളക്ടറുടെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറോട് കളക്ടറേറ്റിൽ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറേറ്റിലെ എല്ലാ ഫ്ലോറുകളിലും ഈ ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. പരിശോധനയിൽ ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനുശേഷം പരിശോധന അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ കൊല്ലം കളക്ടറേറ്റിൽ സമാനമായി മറ്റ് കളക്ടറേറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി ടിഫിൻ ബോക്സിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായതും കണക്കിലെടുത്ത് വലിയ ശക്തമായ ഒരു പരിശോധനയാണ് കളക്ടറേറ്റിന്റെ എല്ലാ ഫ്ലോറുകളിലും നടത്തിയത്. അരിച്ചുപെറുക്കി പോലീസ് പരിശോധിച്ചെങ്കിലും അസ്വാഭാവികമായ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. നാളെ രാവിലെ ആവശ്യമെങ്കിൽ വീണ്ടും പരിശോധന നടത്താമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ജില്ലാ കളക്ടറോട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പരിശോധന ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. സ്വാതി. ശരി ഷമീർ, കൊല്ലം കളക്ടറേറ്റിലും ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. കളക്ടറുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്.